കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്രയുടെ 11ാമത്തെ ദിവസമായിരുന്നു ഇന്ന്. അന്ധേരി റെയിൽവേ സ്റ്റേഷന്റെ സമീപത്ത് കൂടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത്. അവിടുത്തെ ചേരി നിവാസികൾ ഉപയോഗിക്കുന്ന ഒരു പബ്ലിക് ടോയ്ലറ്റാണിത്. ഈ ചോർന്നൊലിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിങ്ങൾ കാണുന്നത് ഹ്യൂമൻ വേസ്റ്റ് ആണ്. അവരെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുന്നപ്പോഴാണ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞത്. അന്ധേരി റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ഈ റെയിൽവേ പാതയോട് ചേർന്നുള്ള അഴുക്കുചാലിൽ ജീവിക്കുന്നത് 100-ലേറെ ആളുകളാണ്. സ്ത്രീകളടക്കം കുളിക്കുന്ന ഒരു കുളിമുറിയാണിത്. അവർ ഭക്ഷണം പാചകം ചെയ്യുന്നത് തന്നെ ഈ അഴുക്കിലിരുന്നുമാണ്. അതിനിടയിലാണ് ഇങ്ങനൊരു കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത്. കൂടുതൽ അന്വേഷിച്ചപ്പോൾ ന്യൂമോണിയ ബാധിച്ച ഒരു കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയ ശേഷം വടിയേരിൽ കൊണ്ടുപോയി കിടത്തിയിരിക്കുകയാണ്. അതിന്റെ ശരീരമാസകലം ഈച്ച വരെ വന്നിരിക്കുകയാണ്. കുട്ടിയെ അപ്പോൾ തന്നെ ഞാൻ അമ്മയെ കൊണ്ടെടുപ്പിച്ച് ന്യൂമോണിയുള്ള കുട്ടിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. സത്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം ശിശുമരണങ്ങൾ ഉണ്ടാവാൻ കാരണം അസുഖങ്ങളെപ്പറ്റിയും അത് കൈകാര്യം ചെയ്യേണ്ട മാർഗങ്ങളെപ്പറ്റിയും അമ്മമാർക്ക് വലിയ അറിവില്ലാത്തത് തന്നെയല്ലേ. അത് ആശുപത്രി അധികൃതർ പോലും പറഞ്ഞു കൊടുക്കുന്നില്ല എന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. അവരുടെ അവസ്ഥ കണ്ട് അവിടെ വൃത്തിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മറുപടി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. പുറത്തുനിന്നുള്ള ആളുകൾ അവിടെ വൃത്തിയാക്കുകയോ വീഡിയോ എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെയുള്ള പോലീസുകാരും രാഷ്ട്രീയക്കാരും അവരെ ഉപദ്രവിക്കുമത്രേ. സത്യത്തിൽ നമ്മുടെ നാട് ഇങ്ങനെയാവാനുള്ള പ്രധാന കാരണം ഇവിടുത്തെ അധികാരികൾ തന്നെയല്ലേ. ഇന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ അവിടുന്ന് പിരിയുമ്പോൾ ആകെയുള്ള മനസ്സംതൃപ്തി ആ കുട്ടിയെ രക്ഷിക്കാൻ സാധിച്ചത് മാത്രമാണ്.